2007 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ഫിലിം ഹിറ്റ്മാൻ ഒരു വീഡിയോ ഗെയിമിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടത്. ചിത്രത്തിന്റെ വിശദമായ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രത്യേക സ്ഥലം പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നിരവധി കുട്ടികൾ മുട്ടയൊക്കെ അടിക്കപ്പെട്ട് അവിടെ ട്രെയിനിങ്ങിലുണ്ട്. പലതരം ട്രെയിനിങ് അവർക്ക് നൽകപ്പെടുന്നു. വളരെ കഠിനമായ മിലിറ്ററി ട്രെയിനിങ്ങിനേക്കാൾ മേലുള്ള ട്രെയിനിങ് ആണ് അവർക്ക് നൽകപ്പെടുന്നത്. ട്രെയിനിങ്ങിനെ ഓർഗനൈസ് ചെയ്യാനും കുട്ടികളെ നിയന്ത്രിക്കാനുമൊക്കെയായിട്ട് കുറച്ച് ആളുകളുമുണ്ട്. വൈകാതെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതൊരു സീക്രട്ട് ഓർഗനൈസേഷന്റെ ട്രെയിനിങ് സെന്റർ ആണ്. അനാഥരായിട്ടുള്ള കുട്ടികളെയും ക്ലോൺ ചെയ്തുണ്ടാക്കുന്ന കുട്ടികളെയും ഒക്കെ അവിടെ കനത്ത ട്രെയിനിങ് കൊടുത്ത് അവർ ബ്രൂട്ടൽ അസാസിൻസും ഹിറ്റ്മാൻസും ഒക്കെയാക്കി മാറ്റും. ശേഷം അവരുടെ തന്നെ ഓർഗനൈസേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ സംഘമുണ്ട്. ആ സംഘത്തിലെ അംഗങ്ങളായിട്ട് ഇവർ മാറുകയാണ് ചെയ്യുക. അവർക്ക് വലിയ തോതിലുള്ള അസാസിനേഷൻ ടാസ്കുകളും വന്നെത്തും. ഈ വളർന്നുവരുന്ന ഹിറ്റ്മാൻസിന് ട്രെയിൻ ചെയ്യപ്പെടുന്നവർക്ക് മനുഷ്യരുടേതായ മനസാക്ഷിയോ മനസ്താപമോ ഒന്നും ഉണ്ടാവില്ല. വളരെ ക്രൂരമായ കഠിന ഹൃദയരായിരിക്കും അവർ. അത്തരത്തിൽ അവിടെ നിന്നും വളർത്തപ്പെട്ട ഒരു ഹിറ്റ്മാൻ ആയിരുന്നു ഏജന്റ് 47. ഏജന്റ് 47 എന്ന് തുടർന്നു പറയൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടറിനെ ഹീറോ എന്ന് വിളിക്കാം. കഥ അവിടെ നിന്നും മറ്റൊരു വശത്തേക്ക് തിരിയുന്നു. ഒരു ദിവസം ഇന്റർപോൾ ഏജന്റായ മൈക്ക് വിറ്റിയർ തന്റെ മുറിയിലേക്ക് കടന്നു വരികയാണ്. മുറിയിൽ വലിയ മാറ്റങ്ങളൊന്നും മൈക്കിന് കാണാൻ പറ്റിയില്ലെങ്കിലും മൈക്കിനെയും പ്രതീക്ഷിച്ച് അവിടെ ഹീറോ ഉണ്ടായിരുന്നു. ഹീറോ മൈക്കിന് മുമ്പിലിരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ചോദ്യത്തിന് കൃത്യമായ മറുപടി മൈക്കിൽ നിന്നും വന്നില്ലെങ്കിൽ മൈക്ക് കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹീറോ മൈക്കിനോട് ചോദിക്കുവാണ്, ഒരു നല്ല മനുഷ്യൻ എപ്പോഴായിരിക്കും ഒരാളെ കൊല്ലാൻ ചിന്തിക്കുന്നത്? മൈക്ക് അല്പം ആലോചനയിലാണ്ടു. ഈ സംഭവങ്ങൾക്കൊക്കെ കൃത്യം 3 മാസം മുമ്പിലേക്ക് കഥ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അന്ന് ഹീറോയ്ക്ക് നൈജീരിയയിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. തന്റെ വിദഗ്ധമായ സ്കില്ലൊക്കെ ഉപയോഗിച്ച് ഹീറോ ആ ടാസ്ക് ഒക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുവാണ്. ശേഷം ഒരു ബാറിലെത്തി. അവിടെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്ന് ചെറിയ രീതിയിൽ ഫ്ലേട്ടൊക്കെ ചെയ്ത് ഹീറോയെ വളയ്ക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പൊതുവെ ഈ ഹിറ്റ്മാൻസിനൊക്കെ വലിയ വികാരമൊന്നും ഇല്ലാതിരിക്കാൻ വലിയ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയൊക്കെ അവഗണിച്ച് അവിടെ നിന്ന് പോന്നു. അപ്പോഴായിരുന്നു ഹീറോയ്ക്ക് അടുത്ത മിഷനെ പറ്റിയുള്ള പ്രത്യേക മെസ്സേജ് പ്രത്യേക ഡിവൈസിൽ വന്നെത്തുന്നത്. ഹിറ്റ്മാൻസിന് ഏജൻസിയിൽ നിന്നും ഒരു കോണ്ടാക്ട് ഉണ്ടാകും. ഹീറോയുടെ ആ കോണ്ടാക്ട് ഡയാന എന്ന് പേര് പറയപ്പെടുന്ന ഒരു സ്ത്രീയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ എന്തോ ആണ്. ഡയാന പുതിയ മിഷന്റെ കാര്യം അവതരിപ്പിച്ചു. മിഷൻ എന്താണെന്ന് വെച്ചാൽ ഹീറോ റഷ്യൻ പ്രസിഡന്റിനെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്തണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പ്രസിഡന്റ് തന്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ റഷ്യയിലെ ഒരിടത്തേക്ക് എത്തുന്നു. നിരവധി ആൾക്കൂട്ടമൊക്കെയുണ്ട്. പ്രസിഡന്റ് അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ കൈയൊക്കെ വീശി അങ്ങനെ നടന്നു നിൽക്കുമ്പോൾ അതങ്ങ് സംഭവിക്കുവാണ്. നേരെ നെറ്റിയിൽ ഒരു വെടിയുണ്ട പതിക്കുന്നു. ബോട്ടിൽ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു എന്നുറപ്പാണ്. ആ വെടി ഉതിർത്തതാകട്ടെ വളരെ ദൂരെ നിന്നും തന്റെ സ്നൈപ്പർ ഉപയോഗിച്ച് ഹീറോ ആയിരുന്നു. അവിടുത്തെ മിഷൻ പൂർത്തിയായെന്നുറപ്പായതും ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുവാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പ്രസിഡന്റ് ആണല്ലോ കൊല്ലപ്പെട്ടത്. അന്വേഷണമൊക്കെ തകർക്കുമെന്നുറപ്പായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ ഡയാനയിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ ഹീറോയെ തേടിയെത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോ പ്രസിഡന്റിനെ കൊല്ലുന്നതിന് ഒരു ദൃക്സാക്ഷി ഉണ്ടത്രേ. നീക്ക ബൊറോണിന എന്ന് പേരുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന ഇൻഫോർമേഷനും ഉണ്ടത്രേ. എന്തായാലും നീക്കയെ വകവരുത്തിയേക്ക് എന്ന് ഹീറോയ്ക്ക് ഓർഡർ ലഭിക്കുകയാണ്. അതോടെ നീക്കയെ കണ്ടെത്തി വകവരുത്താൻ നീക്കയുടെ ലൊക്കേഷൻ കിട്ടിയതും ഹീറോ പുറപ്പെടുകയാണ്. ഒരു തെരുവീതിയിൽ വെച്ചിട്ടായിരുന്നു ഹീറോ നീക്കയെ കാണുന്നത്. മുഖത്ത് ടാറ്റു ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി. നീക്ക തന്നെ കണ്ടിട്ടേയില്ല എന്ന് ആ നിമിഷം ഹീറോ മനസ്സിലാക്കുക കൂടിയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നവൻ ചിന്തിച്ചു നിൽക്കെ ഹീറോയെ തന്നെ കൊല്ലാൻ ഒരു ശ്രമം നടക്കുന്നു. ആരോ ഹയർ ചെയ്ത മറ്റൊരു അസാസിനാണ് അതിന് ശ്രമിക്കുന്നത്. ആ അസാസിന്റെ തലയിലും ബാർകോഡുകൾ ഉണ്ടായിരുന്നു. ഒരേ ഓർഗനൈസേഷനിലെ ഹിറ്റ്മാനെ പോലെ തന്നെ. എന്തായാലും വിദഗ്ധമായി ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുവാണ്. മുഴുവൻ സെറ്റപ്പാണോ, എന്തോ ചതികൾ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആ സമയം ഹീറോയ്ക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും തിരിച്ച് സുരക്ഷിതമായ ഒരിടത്തെത്തിയ ഹീറോ ഡയാനയുമായി കോണ്ടാക്ട് ചെയ്യുവാണ്. ഡയാനയോട് ആരാണ് നീക്കയെ കൊല്ലാൻ കൊട്ടേഷൻ തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. താൻ കൊല്ലുന്നതൊന്നും എന്തായാലും നീക്ക കണ്ടിരിക്കാൻ സാധ്യതയില്ല എന്നും ഹീറോ അപ്പോ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് ഞെട്ടിക്കുന്നൊരു വിവരവും ഹീറോയെ തേടിയെത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് ബെലിക്കോഫ് മരണപ്പെട്ടിട്ടില്ലെന്നും അയാൾ ഇപ്പോഴും ജീവനോടെയുണ്ട്, അതുകൊണ്ട് ആ മിഷന്റെ പേയ്മെന്റ് കിട്ടില്ല എന്നുമായിരുന്നു അത്. ഹീറോയ്ക്ക് അതിശയമായി. തലയിൽ കൃത്യമായി വെടിയുണ്ട പതിച്ചത് ഹീറോ കണ്ടതാണ്. ഉറപ്പായും അയാൾ കൊല്ലപ്പെട്ടിരിക്കണം. പക്ഷേ അതിന് തെളിവായി ബെലിക്കോഫിന്റെ ഒരു പത്രസമ്മേളനം ഡയാന അവൻ അയച്ചു കൊടുക്കുന്നു. അതിൽ ബെലിക്കോഫ് ജീവനോടെ തന്നെയുണ്ട്. തലയിൽ ചെറിയൊരു മുറിപ്പാട് മാത്രമേ ഉള്ളൂ. ഷോക്കായ ഹീറോ ആരാ നമുക്ക് ഈ കൊട്ടേഷൻ തന്നത് എന്ന് ഡയാനയോട് ആ സമയം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓർഗനൈസേഷൻ
റിസർച്ചിന്റെ റോളൊക്കെ വെച്ച് തനിക്ക് ആ ഇൻഫർമേഷൻ അങ്ങനെ തരാൻ പറ്റില്ല എന്നായിരുന്നു ഡയാന മറുപടി പറഞ്ഞത്. അപ്പോഴേക്കും മറുവശത്ത് ഇന്റർപോൾ അടക്കം അന്വേഷണത്തിനെത്തിയിരുന്നു. ഇന്റർപോൾ ഏജന്റ് മൈക്ക് വിറ്റിയറിനായിരുന്നു ആ അന്വേഷണത്തിന്റെ ചുമതല. മൈക്കിന്റെ പാർട്ട്ണറും കൂടെയുണ്ട്. ഹീറോ ഇപ്പോഴുള്ള ഹോട്ടലിന്റെ വിവരം കിട്ടി മൈക്കും സംഘവും ഹോട്ടലിന് വെളിയിൽ എത്തിച്ചേരുകയാണ്. പക്ഷേ അതിനോടകം FSB ടീം അവിടെ ഉണ്ടായിരുന്നു. അതായത് റഷ്യയുടെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് അന്വേഷണ വിഭാഗം. അതിന്റെ ലീഡറായിട്ടുണ്ടായിരുന്നത് യൂറി എന്ന് പറയുന്ന ഒരു ഓഫീസർ ആയിരുന്നു. യൂറിയും മൈക്കും നേർക്കുനേരെ കാണുകയാണ്. മൈക്കിന്റെ സാന്നിധ്യവും അന്വേഷണത്തിനെത്തിയതൊന്നും യൂറിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് റഷ്യയിൽ നടന്നൊരു കാര്യമാണല്ലോ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് യൂറി മൈക്കിനോട് പറയുന്നുണ്ട്. യൂറിയും സംഘവും ഹോട്ടലിനകത്തുള്ള ഹീറോയെ പിടിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. അതിനൊരു ടീമിനെ അയക്കാനും യൂറി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്തുള്ളത് ഹിറ്റ്മാനാണ് എന്നുറപ്പുണ്ടായിരുന്ന മൈക്ക് അവരോട് അകത്തുള്ളയാളെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല, ഇത് മണ്ടത്തരമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യൂറിയുണ്ടോ ചെവികൊള്ളുന്നു. ആയുധ സജ്ജരായിട്ടുള്ള തന്റെ ഒരു ടീമിനെ യൂറി ഹീറോയെ പിടിക്കാൻ ഹോട്ടലിന്റെ അകത്തേക്ക് വിടുന്നു. ആ സമയത്തായിരുന്നു ഡയാനയിൽ നിന്നും ഡയറക്റ്റ് ഒരു ഫോൺ കോൾ ഹീറോയ്ക്ക് ലഭിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റായ ബെലിക്കോഫ് തന്നെയാണ് തങ്ങൾക്ക് നേരിട്ട് ബെലിക്കോഫിനെയും നീക്കയെയും വകവരുത്താൻ മിഷൻ തന്നത് എന്നുള്ള വിവരം ഡയാന ഹീറോയെ അറിയിക്കുവാണ്. കൃത്യം ഈ സമയം ഇന്റർപോളും സംഘവും എത്തി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന വിവരവും ഹീറോയ്ക്ക് ലഭിക്കുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു പോരാട്ടമായിരുന്നു. എതിരിടാൻ വന്നവരെയൊക്കെ തന്റെ സ്കില്ലുകൾ ഉപയോഗിച്ച് മികച്ച രീതിയിൽ വകവരുത്തി ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാണ്. മറ്റൊരു വിവരം കൂടി ഹീറോ അതിനോടകം മനസ്സിലാക്കിയിരുന്നു. തന്റെ മിഷൻ ഫെയിലായതോടെ ഏജൻസി ഹീറോയെ കൊല്ലുവാനും ഏജൻസിയിൽ നിന്ന് തന്നെ ആളുകളെ അയച്ചിട്ടുണ്ടെന്ന്. ആക്രമണം കഴിഞ്ഞ റൂമിലേക്ക് ഇന്റർപോൾ സംഘം മൈക്കും പാർട്ട്ണറും കടന്നു വന്നു. ഹീറോ താമസിച്ചിരുന്ന മുറി പരിശോധിച്ചു. അവിടെ നിന്നും ഹീറോയുടെ സ്യൂട്ട് കേസ് അവർ കണ്ടെടുക്കുന്നു. അതിനുള്ളിൽ നിരവധി ഗാഡ്ജറ്റ്സും മറ്റും ഉണ്ടായിരുന്നു. അതിലെ ഒരു വസ്തു മൈക്ക് തന്റെ കസ്റ്റഡിയിലേക്ക് എടുത്തു. ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മൈക്ക് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. എന്താണ് നടക്കുന്നത് എന്ന് ഹീറോയ്ക്ക് കൃത്യമായി മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടി ഹീറോ ആദ്യം നീക്കയുടെ റൂമിലേക്ക് ചെന്നു. വിദഗ്ധമായി നീക്കയെ തട്ടിക്കൊണ്ടുപോന്നു. ശേഷം നീക്കയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുവാണ്. നീക്കയിൽ നിന്നാണ് ഹീറോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. റഷ്യൻ പ്രസിഡന്റിന് നിരവധി ബോഡി ഡബിൾസ് ഉണ്ടാകും. ഹീറോ കൊന്നിരിക്കാൻ സാധ്യതയുള്ളത് പ്രസിഡന്റിന്റെ ഏതെങ്കിലും ബോഡി ഡബിളിനെ ആയിരിക്കും. കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ ഹീറോയ്ക്കൊരു കാര്യം മനസ്സിലാകുന്നു. മിക്കവാറും പ്രസിഡന്റിനെ കൊല്ലുവാൻ കൊട്ടേഷൻ തന്നത് പ്രസിഡന്റിന്റെ ബോഡി ഡബിൾ ആയിരിക്കും. പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഡബിളിന് പ്രസിഡന്റായി വരാൻ പറ്റുമല്ലോ, ആ സ്ഥാനം ഏറ്റെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ അതിനു വേണ്ടിയായിരിക്കും അയാളത് ചെയ്തത്. മാത്രമല്ല പൂർണ്ണമായ തെളിവുകൾ ഇല്ലാതാക്കാനായിരിക്കും തന്നെയും പ്രസിഡന്റിന്റെ മിസ്ട്രസ് ആയിരുന്ന നീക്കയെയും വകവരുത്താനും ആ ബോഡി ഡബിൾ തന്റെ തന്നെ ഏജൻസിക്ക് കൊട്ടേഷൻ കൊടുത്തതും. അത് നടക്കാതെ വന്നപ്പോഴായിരിക്കും ഇന്റർപോളിന്റെ സഹായം തേടിയതും താനുള്ള ഇടം ഇന്റർപോളിന് അയാൾ ഒറ്റിക്കൊടുത്തതും. ഹീറോയെ പിടികൂടുവാൻ മൈക്ക് വലിയ തോതിൽ പദ്ധതിയിട്ടിരുന്നു. ഇന്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. അതോടെ ഹീറോയ്ക്ക് ഇന്റർനാഷണലി രക്ഷപ്പെട്ടു പോവാൻ സാധിക്കില്ല എന്ന് മൈക്കിന് ഉറപ്പായിരുന്നു. റോഡുകളിൽ തറോ ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് കുറവുള്ളതും രക്ഷപ്പെടാൻ പറ്റുന്നതുമായ ഒരേ ഒരു വഴി റെയിൽവേയാണ്. അതുകൊണ്ട് ഹീറോ റെയിൽവേ വഴിയായിരിക്കും പോവുക എന്ന് മൈക്ക് കണക്കുകൂട്ടി. മൈക്കിന്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. ഹീറോയും നീക്കയും റെയിൽവേ വഴി എങ്ങോട്ടേക്കോ പോവാനൊരുങ്ങുകയായിരുന്നു. പക്ഷെ അവിടെയും ഹീറോയെ നിരീക്ഷിച്ച് ഏജൻസിയുടെ ഹിറ്റ്മാൻ ഉണ്ടായിരുന്നു. ഹീറോയെ വകവരുത്താൻ അയക്കപ്പെട്ട ഹിറ്റ്മാൻ ആയിരുന്നു അയാൾ. ഹീറോ അത് തിരിച്ചറിഞ്ഞു. വിദഗ്ധമായി ഹീറോ അയാളെ വകവരുത്തുകയും ചെയ്തു. ശേഷം അവർ ട്രെയിനിൽ കയറി. പക്ഷെ ട്രെയിനിലും ഹീറോയെ വകവരുത്തുവാൻ ഏജൻസിയിൽ നിന്നും മറ്റ് 4 അസാസിൻസ് കൂടി അയക്കപ്പെട്ടിരുന്നു. ഏവരും ഹീറോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. എല്ലാവരും ഹിറ്റ്മാൻസ് ആയതുകൊണ്ട് തന്നെ ഹിറ്റ്മാൻസിന്റെ ഇടയിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്. പരസ്പരം ഫെയറായി പോരടിക്കണം. ശക്തമായൊരു പോരാട്ടം തന്നെ നടന്നു. എതിരാളികളെ കൺഫ്യൂസ് ചെയ്യിച്ചും വിദഗ്ധമായി ഫൈറ്റ് ചെയ്തും ഹീറോ അവരെയൊക്കെയും പരാജയപ്പെടുത്തി. അപ്പോഴേക്കും മൈക്കും പാർട്ട്ണറും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഏവരെയും പരാജയപ്പെടുത്തിയ ശേഷം ഹീറോ നീക്കയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആരംഭിച്ചു. ആക്രമണവും സംഭവങ്ങൾ നടന്നതുമറിഞ്ഞ് യൂറിയും സംഘവും കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുവാണ്. അവിടെ വെച്ച് യൂറി വീണ്ടും മൈക്കിനെ കാണുന്നു. ഒരിക്കൽ കൂടി ഈ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ യൂറി മൈക്കിനോട് ആവശ്യപ്പെടുകയാണ്. മൈക്കും വന്ന് യൂറിയോട് ചെറിയ തോതിൽ ദേഷ്യപ്പെട്ടു. യൂറിയുടെ
കോട്ടിനുമേൽ കൈവയ്ക്കുക പോലും ചെയ്തു. പക്ഷെ അത് മൈക്കിന്റെ തന്ത്രമായിരുന്നു. വിദഗ്ധമായി ഒരു വോയിസ് റെക്കോർഡർ മൈക്ക് യൂറിയുടെ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അടുത്ത ദിവസം നീക്കയും ഹീറോയും സുരക്ഷിതമായ ഒരിടത്തെത്തി. അവിടെ വെച്ച് നീക്ക ഹീറോയോട് സംസാരിച്ചു. താൻ ഒരു വേശ്യയായിരുന്നെന്നും ചെറുപ്പത്തിലെ ബെലിക്കോഫ് തന്നെ പിടിച്ചുകൊണ്ടു പോയെന്നും വളരെ ക്രൂരമായാണ് തന്നെ ഉപദ്രവിച്ചിരുന്നതെന്നും താൻ കഷ്ടപ്പെട്ട ജീവിതത്തെ പറ്റിയുമൊക്കെ നീക്ക അവിടെ വെച്ച് ഹീറോയോട് പറയുകയാണ്. മറുവശത്താകട്ടെ പ്രസിഡന്റായുള്ള ബോഡി ഡബിളും യൂറിയും തമ്മിലുള്ള സംഭാഷണം ഒളിപ്പിച്ച മൈക്രോഫോൺ വഴി മൈക്കും പാർട്ട്ണറും കേൾക്കുന്നുണ്ടായിരുന്നു. ഹീറോയെയും നീക്കയെയും വകവരുത്താൻ പ്രസിഡന്റാണ് ഉത്തരവിട്ടത് എന്ന് ആ സമയം മൈക്ക് മനസ്സിലാക്കുവാണ്. കാര്യങ്ങൾ മൈക്കിനും ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. തനിക്ക് പുറത്തുനിന്നുള്ള സഹായം ആവശ്യമാണ് എന്ന് ഹീറോ തിരിച്ചറിയുകയാണ്. അതിനായി ഹീറോ ഒരു പദ്ധതിയിടാൻ ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ CIA ഓഫീസർ ഏജന്റ് സ്മിത്തിനെ ഹീറോ കണക്ട് ചെയ്യുകയാണ്. നീക്കയെ മുമ്പിൽ നിർത്തിയിട്ടായിരുന്നു ഏജന്റ് സ്മിത്തുമായി കാര്യങ്ങൾ ഹീറോ സംസാരിച്ചത്. കുറെ നാളുകളായി CIA നോട്ടമിട്ടിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു സഹോദരനുണ്ട്. വെപ്പൺ ഡീലറൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ക്രിമിനൽ. CIAക്ക് വേണ്ടി ഹീറോ അയാളെ വകവരുത്തി കൊടുക്കും. പകരം CIA തന്നെയും സഹായിക്കണം. അതാണ് കണ്ടീഷൻ. ഏജന്റ് സ്മിത്ത് അതിന് ഓക്കെ പറഞ്ഞു. പിന്നാലെ തങ്ങളുടെ ടാർഗറ്റായ ഉഡ്രെ ബെലിക്കോഫ് വൈകാതെ പ്രൈസ് എന്ന പേരുള്ള ഒരു ജർമ്മൻ ഡീലറുമായി മീറ്റിംഗ് നടത്തുന്നുണ്ടെന്നും പ്രൈസിനെ ഉഡ്രെ മുമ്പ് കണ്ടിട്ടില്ലെന്നും ഈ അവസരം ഉപയോഗിച്ച് ഉഡ്രയെ വകവരുത്താൻ സാധിച്ചേക്കും എന്നുകൂടി സ്മിത്ത് ഹീറോയെ അറിയിക്കുകയാണ്. ടർക്കിയിൽ വെച്ചിട്ടായിരിക്കും ആ മീറ്റിംഗ് നടക്കുക. വിവരം ലഭ്യമായതോടെ ഹീറോയും നീക്കയും നേരെ ടർക്കിയിലേക്ക് പുറപ്പെടുന്നു. പ്രൈസ് താമസിക്കാൻ സാധ്യതയുള്ള ഹോട്ടലിൽ തന്നെയായിരുന്നു അവർ മുറിയെടുത്തതും. വൈകാതെ പ്രൈസുള്ള ഹോട്ടലിലെ റെസ്റ്റോറന്റിലേക്ക് നീക്കൊപ്പം ഹീറോ ചെല്ലുകയാണ്. പ്രൈസ് വാഷ്റൂമിൽ പോയ തക്കത്തിന് ഹീറോ അവനെ പിന്തുടർന്നു ചെന്നു. അവിടെ വെച്ച് ഏറ്റുമുട്ടലിലൂടെ പ്രൈസിനെ വകവരുത്തുകയും പ്രൈസിന്റെ ഐഡന്റിറ്റി ഏറ്റെടുത്ത് ഉഡ്രയുടെ മുമ്പിലേക്ക് പ്രൈസായി ഹീറോ കടന്നു ചെല്ലുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഉഡ്രയ്ക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഉഡ്രയുടെ ഒരു സംഘാംഗം പ്രൈസ് കഷണ്ടിയുള്ള ആളല്ലല്ലോ, മൊട്ടത്തലേനല്ലല്ലോ എന്ന് പറഞ്ഞതും കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പിന്നെ അവിടെ നടന്നത് വലിയൊരു ഷൂട്ടൌട്ടും ഏറ്റുമുട്ടലുമായിരുന്നു. ഉഡ്രയെ അടക്കം അവിടുണ്ടായിരുന്ന ഏവരെയും ഹീറോ കൊലപ്പെടുത്തുകയാണ്. ഇതേസമയം ഇന്റർപോൾ ഏജന്റ് മൈക്കാകട്ടെ തന്റെ അന്വേഷണം തുടരുകയായിരുന്നു. ഹീറോയുടെ ബോക്സിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കളിൽ കുരിശ് പോലുള്ള ഒന്ന് അയാളുടെ കയ്യിൽ കിട്ടിയിരുന്നു. അതിന്റെ അറ്റത്തൊരു താക്കോലുണ്ട്. അതെന്തായിരിക്കും എന്ന് മൈക്ക് ഏറെ ആലോചിച്ചു. മറുവശത്ത് ദൗത്യം പൂർത്തിയായതും ഹീറോയും നീക്കയും ടർക്കി വിട്ട് തിരികെ പോരുകയായിരുന്നു. നീക്കയുമായുള്ള സഹവാസവും മറ്റും ക്രൂര മനസ്കനായ ഹീറോയിൽ പല മാറ്റങ്ങളും വരുത്തിയിരുന്നു. തന്നെ പോലെ ഒരു വ്യക്തിമാണ് നീക്കയുമെന്ന് തിരിച്ചറിഞ്ഞ ഹീറോ നീക്കയെ ഹെൽപ്പ് ചെയ്യാൻ ഒരുക്കമായിരുന്നു. റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾ സ്വതന്ത്രമായി നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നവൻ ആഗ്രഹിച്ചു. തന്റെ കൂടെ നടന്ന് അവൾ പ്രശ്നത്തിൽ പെടരുത് എന്ന് ഹീറോക്കുണ്ടായിരുന്നു. സുരക്ഷിതമായ ഒരിടത്ത് നീക്കയെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹീറോ അവളോടൊരു കാര്യം പറഞ്ഞു. നീക്കയെയും തന്നെയും കൊല്ലാൻ ശ്രമിക്കുന്നവർ എന്തായാലും മരിച്ചേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നീക്കയ്ക്കൊരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കില്ല. നീക്ക അപ്പോഴായിരുന്നു ഹീറോയുടെ പേര് ചോദിക്കുന്നത്. ഹീറോ പറഞ്ഞു, ഞാൻ വളർന്നെടുത്ത് ഞങ്ങൾക്ക് പേരുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നമ്പറുകളായിരുന്നു. എന്റെ നമ്പർ 47 എല്ലാവരും ഏജന്റ് 47 എന്ന് വിളിക്കും. അവളെ സുരക്ഷിതമായി ഒരിടത്താക്കിയ ശേഷം ഹീറോ തിരികെ പോന്നു. ഇതേ സമയം ബെലിക്കോഫിന്റെ സഹോദരൻ ഉഡ്രി മരണപ്പെട്ട വിവരം മൈക്കിന്റെ ചെവിയിലെത്തുകയാണ്. ഹീറോ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിരിക്കും ഇതെന്നും മൈക്ക് ഊഹിച്ചെടുക്കുകയും ചെയ്തു. പ്രസിഡന്റിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടാൽ ഫ്യൂണറലിന് പ്രസിഡന്റിന്റെ ഡബിളായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണെങ്കിലും അയാൾ വന്നല്ലേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കാര്യങ്ങൾ തിരിയുമല്ലോ. അപ്പോൾ അയാളെ വകവരുത്താനാണ് ഹീറോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മൈക്ക് ഊഹിച്ചു. യൂറിയും ഫേക്ക് പ്രസിഡന്റും തമ്മിൽ അന്ന് സംസാരിക്കുക കൂടിയാണ്. യൂറിയോട് ഹീറോയെയും നീക്കയെയും എത്രയും വേഗം കൊലപ്പെടുത്താൻ നിർദ്ദേശം കൊടുക്കുന്നു. മറുവശത്ത് മൈക്കാകട്ടെ ഫ്യൂണറൽ നടക്കാൻ പോകുന്ന ചർച്ച് ഹാളിലേക്ക് എത്തിച്ചേർന്ന് പരിശോധനകൾ തുടങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരം ഒന്ന് സംഭവിച്ചു. യൂറിയുടെ ഓഫീസിൽ യൂറി തനിച്ചായിരിക്കുന്ന സമയം ഹീറോ അങ്ങോട്ടേക്ക് കടന്നു കയറുകയും യൂറിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ബോധരഹിതനായി മാറിയ
ഉറങ്ങിയിരുന്ന യൂറി കണ്ണു തുറക്കുമ്പോൾ ഹീറോ തന്നെ ട്രാപ്പ് ചെയ്തിരിക്കുന്നതായി തിരിച്ചറിഞ്ഞു. ഒരു ബാത്ടബിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു യൂറി ഉണ്ടായിരുന്നതും. ഒരു വയർലെസ് റേഡിയോ ഡിവൈസ് ഹീറോ യൂറിയുടെ കയ്യിൽ കൊടുത്തു. ശേഷം പറഞ്ഞു, ഈ റേഡിയോ കൃത്യം 2:30 ഓണാവും. അപ്പോൾ നീ നിന്റെ കീഴിലുള്ള FSB ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റിന് നേരെ വെടിയുതിർക്കാൻ ഉത്തരവ് കൊടുക്കണം. ആ ഒരു ഘട്ടത്തിൽ പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ ശ്രമിക്കും. അങ്ങനെ നിർബന്ധമായും സംഭവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആ ബാത്ടബിൽ നിറച്ച വെള്ളത്തിലേക്ക് വൈദ്യുതി സർക്യൂട്ട് താൻ പായിക്കുകയും യൂറിയെ കൊലപ്പെടുത്തുകയും ചെയ്യും. ഹീറോയുടെ ഭീഷണി യൂറിയെ ഭയപ്പെടുത്തിയിരുന്നു. താൻ ഇതിന്റെ നടുക്കുള്ള ഒരാൾ മാത്രമാണെന്നും തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും യൂറി അലറി പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാതെ ഒക്കെ സെറ്റപ്പ് ചെയ്തു വെച്ച ശേഷം ഹീറോ അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുന്ന സമയം മൈക്ക് തന്റെ ഒരു സീനിയർ ഓഫീസറിനെ കണ്ടു. ഒരുപാട് ഗാർഡുകളും പോലീസുകാരും പ്രൊട്ടക്ഷൻ ഇവിടെയുണ്ട്, അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട എന്ന് സീനിയർ ഓഫീസർ മൈക്കിനെ അറിയിക്കുന്നു. വൈകാതെ അങ്ങോട്ടേക്ക് പ്രസിഡന്റിന്റെ ബോഡി ഡബിൾ പ്രസിഡന്റ് എന്ന മട്ടിൽ ധൈര്യത്തോടെ കടന്നു വരികയാണ്. പിന്നാലെ വേദിയിലേക്ക് കടന്നു ചെന്ന് അനുശോചന പ്രസംഗവും അയാൾ ആരംഭിക്കുന്നു. യൂറിയാകട്ടെ മരണത്തെ പേടിച്ച് റേഡിയോ ഓണാവാൻ വെയിറ്റ് ചെയ്യുന്നു. മരണം മുമ്പിൽ കണ്ട് ഭയന്നിരുന്ന യൂറി റേഡിയോ ഓണായതും അവിടുണ്ടായിരുന്ന യൂറി ഏർപ്പാടാക്കിയിരുന്ന ഹിറ്റ്മാനോട് റഷ്യൻ പ്രസിഡന്റിന് നേരെ വെടിയുതിർക്കാൻ തന്നെ പറയുന്നു. വെടി കൊണ്ടതാകട്ടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിലായിരുന്നു. പ്രസിഡന്റിന്റെ ബോഡി ഡബിൾ അപ്പോഴും രക്ഷപ്പെട്ടു. ഉടനടി ഗാർഡുകൾ വളഞ്ഞ് പ്രസിഡന്റിനെ സുരക്ഷിതമാക്കി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. പക്ഷേ അവിടെ സോൾജിയറിന്റെ രൂപത്തിൽ ഹീറോ ഉണ്ടാകും എന്നാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രസിഡന്റിന്റെ കാവലായിട്ടുണ്ടായിരുന്ന ഏജന്റുമാരെ മുഴുവൻ ഹീറോ വെടിവെച്ച് വകവരുത്തി. ശേഷം രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഫേക്ക് പ്രസിഡന്റിനെ ബന്ദിയാക്കി വലിച്ചിഴച്ച് അവിടെ തന്നെയുള്ള ഒരു ചേംബറിലേക്ക് ഹീറോ കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് യൂറി സെറ്റപ്പ് ചെയ്തിരുന്ന ഹിറ്റ്മാൻ ഹീറോയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഹീറോ തിരിച്ചടിച്ചു. യൂറിയടക്കം എല്ലാവരെയും ഹീറോ കൊലപ്പെടുത്തുകയും ചെയ്തു. ഫേക്ക് പ്രസിഡന്റുമായി ഹീറോ പോയത് ചർച്ചിനകത്തേക്കായിരുന്നു. അപ്പോഴേക്കും പോലീസും മറ്റ് ഗാർഡുകളും അവിടം വളഞ്ഞിരുന്നു. ഒരു ഓഫീസർ കൊലപാതകി അകത്തുണ്ടെന്നും അവന് രക്ഷപ്പെട്ടു പോവാൻ സാധിക്കില്ലെന്നും അവിടെത്തിയ മൈക്കിനോട് പറഞ്ഞു. പക്ഷേ ഹീറോ എന്തിനങ്ങനെ ചെയ്യുന്നു എന്നായിരുന്നു മൈക്ക് ചിന്തിച്ചത്. അപ്പോഴാണ് മൈക്ക് കുരിശു രൂപത്തിലുള്ള താക്കോലിനെ പറ്റി ആലോചിക്കുന്നത്. ആ താക്കോലിനെ പറ്റി അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനോട് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് പള്ളിക്കകത്തുള്ള ഒരു ചേംബറിനെ പറ്റി പുരോഹിതൻ വ്യക്തമാക്കുന്നത്. ഹീറോ അതിനകത്തുണ്ടാകും എന്നതോടെ മൈക്കിന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഫേക്ക് പ്രസിഡന്റിനെ ബന്ദിയാക്കി ഹീറോ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭീതിയിൽ അയാൾ പറഞ്ഞു, താൻ ഇതിലെ വെറുമൊരു കരു മാത്രമാണ്. ഇതൊന്നും പ്ലാൻ ചെയ്യുന്നതോ നടപ്പിലാക്കുന്നതോ ഞാനല്ല. എന്റെ അടുത്ത് പറയുന്നത് താൻ ചെയ്യുന്നു എന്നേയുള്ളൂ. തന്നെ കൊന്നാലും അവർ അവനെ വിടുമെന്ന് തോന്നുന്നില്ലെന്നും ആ സമയം ഫേക്ക് പ്രസിഡന്റ് പറയുന്നു. അത് ചെവികൊള്ളാൻ ഹീറോ ഒരുക്കമായിരുന്നില്ല. അയാൾ അവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ആ സമയത്തായിരുന്നു പറന്നുയർന്നൊരു ചോപ്പറിൽ നിന്നും ആ ചേംബറിനകത്തേക്ക് ആക്രമണം ആരംഭിച്ചത്. ഹീറോ വിദഗ്ധമായി വെടിയുണ്ടുകളിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. എന്തൊക്കെയോ ചിന്തിച്ച് തീരുമാനിച്ചിരുന്ന ഹീറോ അവിടെ വെച്ച് സ്വയം പിടികൊടുക്കുകയാണ്. ഇന്റർപോൾ ഏജന്റ് മൈക്ക് തന്നെ ഹീറോയെ കസ്റ്റഡിയിലെടുക്കുന്നു. തന്റെ തന്നെ വാഹനത്തിൽ മൈക്ക് ഹീറോയെ അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. പക്ഷേ പോകുന്ന വഴിയിലും ഹീറോ എന്താണ് അങ്ങനെ കീഴടങ്ങിയത് എന്ന് മൈക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രം മൈക്കിന് മനസ്സിലായിട്ടില്ല. പക്ഷേ അവരുടെ കാറിനെ പെട്ടെന്ന് CIA സംഘം വന്ന് വളയുകയാണ്. മൈക്കിന് ടെററിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ എന്ന മട്ടിലൊക്കെ ഏജന്റ് സ്മിത്ത് മൈക്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ആ ഘട്ടത്തിൽ ഹീറോ രക്ഷപ്പെടുകയും ചെയ്തു. അവിടുന്നാണ് വ്യക്തമാകുന്നത് യാഥാർത്ഥ്യത്തിൽ ഉഡ്രിയെ കൊന്നപ്പോൾ CIA ഏജന്റ് സ്മിത്തിനടുക്കൽ ഹീറോ ചോദിച്ച സഹായം അതായിരുന്നു. റഷ്യൻ ഏജന്റുകളും പോലീസുമൊക്കെ വളഞ്ഞതോടെ അവിടെ നിന്നല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഹീറോക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പദ്ധതി ഹീറോ ഒരുക്കിയതും. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. മൈക്കിന്റെ മുമ്പിൽ വന്ന് ഹീറോ ആ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നല്ലവനായ ഒരു മനുഷ്യൻ എപ്പോഴായിരിക്കും ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നത്? മൈക്ക് മറുപടി പറഞ്ഞു, ഒരാൾ തന്റെ കുടുംബത്തെ ആക്രമിച്ചാൽ തന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാൾ ഏതറ്റം വരെയും പോകും. ആ ഉത്തരം ഹീറോയ്ക്ക് കൺവിൻസിംഗ് ആയിരുന്നു. തന്റെ കുടുംബത്തിനു വേണ്ടി, തന്റെ ജീവനു വേണ്ടി മൈക്ക് എന്തും ചെയ്യും എന്ന് ഹീറോ ഉറപ്പുവരുത്തി. പിന്നാലെ താൻ വന്ന കാര്യം ഹീറോ മൈക്കിനെ അറിയിച്ചു. അങ്ങോട്ടേക്ക് വന്നെത്തുന്നതിന് മുമ്പേ വെടിയേറ്റ് കൊല്ലപ്പെട്ട രീതിയിൽ ഹീറോയുടെ ബോഡി ഡബിളിന്റെ ഒരു ശരീരം ഹീറോ അവിടെ എത്തിച്ചേരുന്നു. തന്നെ ആക്രമിക്കാൻ വന്ന ഹീറോയെ മൈക്ക് കൊലപ്പെടുത്തി എന്ന രീതിയിൽ ഈ വാർത്ത പുറത്തു വരണമെന്നും
താൻ കൊല്ലപ്പെട്ടു എന്നത് ലോകം അറിയണം. മൈക്ക് അതിന് വിസമ്മതിച്ചാൽ മൈക്കിനെയും കുടുംബത്തെയും താൻ വകവരുത്തി കളയും എന്നും ഹീറോ ഭീഷണിപ്പെടുത്തി. മൈക്ക് അതിന് സമ്മതിക്കുമെന്നുറപ്പായിരുന്നു. നമ്മളെ വീണ്ടും കാണേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ തന്നെ മരണം ഫേക്ക് ചെയ്ത് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. കഥ അവിടെ നിന്നും നീക്കയിലേക്ക് തിരിയുന്നു. സ്വസ്ഥമായി ജീവിച്ചിരുന്ന നീക്ക അന്ന് തനിക്ക് വന്ന് ഒരു കൊറിയർ പിക്ക് ചെയ്യുകയാണ്. ആരാ അയച്ചതെന്ന് വ്യക്തമായിരുന്നില്ല. അതിനകത്ത് അവളൊരു വൈൻഡ്യാർഡും അതിനകത്തുള്ള കെട്ടിടവും ഒക്കെ ഓൺ ചെയ്തതായി ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. പിരിയുന്നതിനു മുമ്പ് അത്തരത്തിലൊരു വൈൻഡ്യാർഡ് സ്വന്തമാക്കൽ തന്റെ ബാല്യകാല സ്വപ്നമാണ് എന്നവൾ ഹീറോയോട് പറഞ്ഞിരുന്നു. ഉടനടി ആ കത്ത് അതെവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നീക്ക് തിരിച്ചറിഞ്ഞു. ഇതേ സമയം ദൂരെ നിന്നും ഹീറോ അവളെ ഒരു സ്നൈപ്പർ ഗണ്ണിന്റെ സ്കോപ്പിലൂടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പിന്നാലെ ഹീറോ തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നീക്കയെ കൊല്ലാമെന്നൊരു ഹിറ്റ്മാനെ ഹീറോ കൊലപ്പെടുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നിന്നോട് മുമ്പേ അവളെ വെറുതെ വിട്ടേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, നീ എന്റെ വാക്കുകൾ കേട്ടിരിക്കണം എന്നാ ഡെഡ് ബോഡിയെ നോക്കി ഹീറോ പറഞ്ഞു. നീക്കയെ പ്രൊട്ടക്ട് ചെയ്ത് ഹീറോ എപ്പോഴും അവളുടെ ചുറ്റിലും ഉണ്ടാകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.